രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ വലിയൊരു ചർച്ചയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ പ്രതിഷേധം വരുന്നു, നീറ്റ് ക്രമക്കേടിൻ്റെ പ്രതിഷേധം വരുന്നു. പ്രതിഷേധം എല്ലാം ഇപ്പം ഏതാണ്ട് അമങ്ങിയ മട്ടാണ്. കാരണം ഇതിനകത്ത് ഈ പ്രതിഷേധക്കാർ പോലും എന്താണ് അവർ തന്നെ പറയുന്നതെന്ന് പോലും അവർക്ക് തന്നെ ബോധ്യമില്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. കാരണം അവർക്കൊന്നും അറിയില്ല. വിദ്യാഭ്യാസ മന്ത്രിയെ മാറ്റിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്നാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ മുഖം മാറിയാൽ മാത്രം നീറ്റിൻ്റെ ക്രമക്കേട് മാറുമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നീറ്റിൻ്റെ ആ ക്രമക്കേട് എന്താണ് അവിടെ നടന്നതിനെക്കുറിച്ച് ഞാൻ പറയാം. പക്ഷെ അതിനു മുമ്പ് ഈ പ്രധാനമന്ത്രിയെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞ കുറേ പേരുണ്ട് ഇതിനിടയിൽ, ഈ ഒരു പ്രതിഷേധത്തിനിടയിൽ. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ 1-2 ഉണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ കോട്ട് ചെയ്ത് പറയുകയാണ്. നസറുദ്ദീൻ ഷാ, അദ്ദേഹം പ്രധാനമന്ത്രിയെക്കുറിച്ച് കുറേ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് മനസ്സിലായതെന്ന് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാൻ പറയുകയാണ്. ഒരു അജ്ഞാനി രാജ്യം നയിച്ചാൽ രാജ്യം മുഴുവൻ അതുപോലെ അജ്ഞാനികളാകണമെന്നായിരിക്കും അയാൾ ആഗ്രഹിക്കുക എന്ന ഒരു കടുത്ത വിമർശനമാണ് അയാൾ നടത്തിയിരിക്കുന്നത്. ഒരു അജ്ഞാനി അറിവില്ലാത്തവൻ രാജ്യം നയിച്ചാൽ രാജ്യം മുഴുവൻ അതുപോലെ അറിവില്ലാത്തവരായിരിക്കും അങ്ങനെ ആയിരിക്കാനാണ് അയാൾ ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് എത്ര വിരോധാഭാസമാണ് അതിൽ ഒളിഞ്ഞു കിടക്കുന്നതെന്ന് നിങ്ങൾക്കത് കേൾക്കുമ്പോൾ നിങ്ങൾ പലരും അത് കേട്ട് കാണും, സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും. പക്ഷെ അതിനകത്ത് അടങ്ങിയിരിക്കുക വളരെ മോശമായിട്ടുള്ള ഒരു റെസ്പോൺസാണ് ഈ നസറുദ്ദീൻ ഷാ നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ചൊരു ചർച്ച വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയും. ഇപ്പോൾ നമുക്ക് 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുന്നത്. 2014 മുമ്പ് ഏതാണ്ട് നമ്മൾ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ മെഡിക്കൽ സീറ്റ് എന്ന് പറയുന്നത് 51,000. ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, ഞാനൊക്കെ പഠിക്കണ സമയത്തും ആ സമയത്തൊക്കെ എൻട്രൻസ് നീറ്റല്ല അന്ന്. പക്ഷേ എൻട്രൻസ് എഴുതുന്നവരും മെഡിക്കൽ എൻട്രൻസ് എഴുതുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇത്രയൊന്നും കിട്ടില്ല. അതിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ മെഡിക്കൽ സീറ്റ് കിട്ടാറുള്ളൂ. അപ്പം ഇപ്പം പക്ഷെ കുറേ കുട്ടികൾക്ക് അത് കിട്ടുന്നുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് കിട്ടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. മെഡിക്കൽ കോളേജുകൾ അത്ര ഉള്ളത് കൊണ്ടാണല്ലോ അവിടെ ഒരു സീറ്റ് കിട്ടുന്നത്, കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മളൊരു കണക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയി കഴിഞ്ഞപ്പോൾ അന്ന് നമ്മുടെ രാജ്യത്തെ മെഡിക്കൽ സീറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 50,000 മെഡിക്കൽ സീറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 2026 ഏതാണ്ട് 1,50,000 മെഡിക്കൽ സീറ്റുകളുണ്ട്. അപ്പം ഇത്രയും മെഡിക്കൽ സീറ്റ് ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ സമയത്താണ് ഇത്രയും മെഡിക്കൽ സീറ്റുകൾ വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾക്ക് ഇത്രയും കുറച്ച് കൂടുതൽ കുട്ടികൾക്ക് ഈ മെഡിക്കൽ എൻട്രൻസ് കിട്ടുന്നതിൻ്റെ പ്രധാന കാരണവും അതുതന്നെയാണ്. കാര്യം മെഡിക്കൽ സീറ്റ് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടില്ലല്ലോ. അപ്പം പണ്ടത്തെ കാലത്ത് അത്രയും അഡ്മിഷൻ കിട്ടാതിരുന്നത് മെഡിക്കൽ സീറ്റുകൾ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ന്യായമായിട്ട് നമുക്കൊരു ചോദ്യമുണ്ട്, എന്താണ് മെഡിക്കൽ കോളേജുകൾ എത്രയുണ്ട് നമ്മുടെ നാട്ടിൽ? അന്ന് മെഡിക്കൽ കോളേജുകൾ 2014 മോദി അധികാരത്തിൽ വന്നപ്പോൾ വരുന്ന സമയത്ത് ഏതാണ്ട് 400 മെഡിക്കൽ കോളേജുകളോളം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് കണക്കെടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് 900 മെഡിക്കൽ കോളേജുകളോളം ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇത്രയും മെഡിക്കൽ കോളേജുകളിൽ മെഡിക്കൽ സീറ്റ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നതും. അതുകൊണ്ടാണ് ഇത്രയും കുട്ടികൾ ഇപ്പം നീറ്റ് എഴുതാൻ വരുന്നതും നീറ്റിന് അവർക്ക് മെഡിക്കൽ അഡ്മിഷൻ കിട്ടുന്നതും. അപ്പോൾ ഓരോ സെക്ടറിലും നമുക്ക് കണക്കെടുത്ത് നോക്കുമ്പോൾ അറിയാം, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പം രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസം മേഖലയിൽ ഉയർച്ച ഏറ്റവും മാക്സിമം വന്ന സമയങ്ങളായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞ ആ വാചകം, ഒരു അജ്ഞാനി രാജ്യം ഭരിച്ചാൽ എല്ലാവരും അജ്ഞാനികളായി തീരണം എന്നാണ് അങ്ങേരുടെ ആഗ്രഹം എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനകത്ത് എത്രമാത്രം ഒരു വൈരുദ്ധ്യമാണ്. കാര്യങ്ങൾ അറിയാതെ പറയുന്ന വാക്കുകൾ ഓരോന്നും വളരെ മോശമായിട്ടാണ് ബാക്കിയുള്ളവരെയും അത് അഫക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. ഇതുപോലെ കുറേ പേര് പറയുന്നുണ്ട്. ഒരു കണക്കും കൂടെ നോക്കാം. നമുക്ക് എയിംസ് എന്ന് പറയുന്ന 2014 8 സീറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ സമയത്ത് 2026 20 വന്നിട്ടുണ്ട്. അതേപോലെ PG മെഡിക്കൽ സീറ്റ് ആണെങ്കിൽ 2014 ഏതാണ്ട് ഒരു 32,000 സീറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. 2026 ആയപ്പോൾ അത് 85,000. എല്ലാം 3 ഇരട്ടി 3-4 ഇരട്ടിയാണ് 2026 ആ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഇത് വെറുതെ പറയുന്നതല്ല, ഇതെല്ലാം ഗൂഗിളിൽ തന്നെ ഉള്ള കണക്കുകളാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റീസിൽ 2014 മോദി അധികാരത്തിൽ വന്നപ്പോൾ ഏതാണ്ട് 11 ഇന്ത്യയിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ആ കണക്കെടുത്ത് നോക്കുമ്പോൾ 2026 നോക്കുമ്പോൾ 54 യൂണിവേഴ്സിറ്റി വേൾഡ് റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസാണ് ഇന്ത്യയിലുള്ളത്.
ഇതെല്ലാം മോഡിയുടെ മിടുക്ക് തന്നെയാണ്. വേറെ ഒരു കാര്യത്തിലും അല്ലെങ്കിൽ മോഡിയുടെ ആ വിദ്യാഭ്യാസ നയത്തോടുള്ള താല്പര്യം, കുട്ടികൾ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നേടണമെന്നുള്ള ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ രാജ്യത്തോടുള്ള ഡെഡിക്കേഷൻ തന്നെയാണ് ഈ ഇന്ത്യയിൽ ഇത്രയധികം കുട്ടികളും ഇത്രയധികം ജെൻസി കുട്ടികൾ തന്നെ എഡ്യൂക്കേറ്റഡ് ആവുന്നതിൻ്റെ മെയിൻ കാര്യം. അതേപോലെ സ്റ്റാർട്ടപ്പുകളെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, പണ്ടൊന്നും ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് PG ഒക്കെ കഴിയുന്ന കാലത്ത് സ്റ്റാർട്ടപ്പുകളെ ഇല്ല. അതുകൂടെ ഒന്നോ രണ്ടോ സ്റ്റാർട്ടപ്പുകൾ, ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജിലെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഒരു പെർമിഷൻ കിട്ടുമായിരുന്നുള്ളൂ, അവർക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുമായിരുന്നുള്ളൂ, ഒക്കെ ഉള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം സ്റ്റാർട്ടപ്പ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2 ലക്ഷം 3 ലക്ഷത്തോളം രജിസ്റ്റർ ചെയ്തത്, ഒരു 3 ലക്ഷത്തോളം സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇന്ത്യ മുഴുവൻ. എവിടെ നോക്കിയാലും നല്ല ഒരു 3-4 കുട്ടികൾ ചേർന്ന് കോളേജിൽ പഠിക്കുന്നതോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ളത്, അവരെല്ലാം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുകയാണ്. അവർക്ക് ആ സ്റ്റാർട്ടപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഫണ്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും യുവാക്കൾക്ക് സർക്കാർ ജോലി മാത്രമല്ല, പ്രൈവറ്റ് മേഖലകളിലും യുവാക്കൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും മോഡി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേറൊരു കാര്യം, ഗവേഷണം. PhDക്ക് നമ്മൾ ഒരു ഗവേഷണം നടത്തുമ്പോൾ ഈ പേറ്റന്റ് കിട്ടുക എന്ന് പറയില്ലേ, നമ്മൾ അതിനൊരു ഇത് കിട്ടണ്ടേ. പേറ്റന്റ് കിട്ടിയാലല്ലേ നമ്മുടെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും അതിനൊരു പേറ്റന്റ് കിട്ടണം. അങ്ങനെ ഒരു ഗവേഷണത്തിൽ പേറ്റന്റ് ആപ്ലിക്കേഷൻ അന്ന് മോഡി 2014 അധികാരത്തിൽ വരുമ്പം ഏതാണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കണക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 40,000 ഒക്കെ ഗവേഷണ പ്രബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ ഗവേഷണ സബ്ജക്റ്റിനും അതിൻ്റെ പ്രോഡക്റ്റിനും ഒക്കെ പേറ്റന്റ് കിട്ടുകയുള്ളായിരുന്നു. പക്ഷേ ഇപ്പം 2026 ആയപ്പോൾ അത് 1 ലക്ഷം കവിഞ്ഞു പേറ്റന്റ് കൊടുക്കുന്നത്. അപ്പം എല്ലാ തരത്തിലും മോഡിയുടെ അധികാര പരിധിയിൽ, അല്ലെങ്കിൽ മോഡി രാജ്യത്തിൻ്റെ സുരക്ഷ മാത്രമല്ല നോക്കുന്നത്, രാജ്യത്തിലെ യുവാക്കളുടെയും കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രി തന്നെയാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പറയുന്ന പ്രതിഷേധത്തിന് എന്താണ് അർത്ഥം? ഒരു അർത്ഥവുമില്ല. കാര്യം അവർക്ക് വായി തോന്നുന്ന അവർ വിളിച്ചു പറയുക, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മതവികാരങ്ങളെ അവർക്ക് അതിനുവേണ്ടി അവർ മുന്നോട്ട് പോവുക എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്തൊന്ന് അർത്ഥമാക്കേണ്ടതുള്ളൂ. പിന്നെ ഇനി നീറ്റിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറയാം, ഇവിടെ ഒരു മന്ത്രി മാറുമ്പോൾ, ഒരു വിദ്യാഭ്യാസ മന്ത്രി പ്രധാൻ രാജിവെച്ചു, പുതിയ പ്രഹ്ലാദ് ജോഷി എന്ന് പറയുന്ന പുതിയ വിദ്യാഭ്യാസ മന്ത്രി വന്നു. കാര്യം ശരിയാണ്, ഈ നമ്മുടെ രാജ്യത്ത് 2024 നീറ്റ് എക്സാമിനും 2026 നീറ്റ് എക്സാമിനും പിഴവുകൾ വന്നിട്ടുണ്ട്. തീർച്ചയാണ് അത് അങ്ങനെ പിഴവുകൾ വന്നതുകൊണ്ട് തന്നെ അത് ആ ഒരു സിസ്റ്റത്തിന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് നീറ്റ്. പക്ഷെ ആ ഒരു സിസ്റ്റത്തിന് തകരാറ് വന്നപ്പം നോർമലി എന്താണേലും അതിൻ്റെ ഏറ്റവും മേളിൽ അല്ലെങ്കിൽ ഏറ്റവും ഉന്നതനായിട്ടിരിക്കുന്ന വ്യക്തി വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ്. അദ്ദേഹം രാജിവെച്ചേ മതിയാവും, അത് കറക്റ്റാണ്. പക്ഷേ അതിനകത്ത് നമ്മൾ അറിയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ആരാണ് ഈ യഥാർത്ഥ പ്രശ്നക്കാർ? വിദ്യാഭ്യാസ മന്ത്രിയാണോ, അതോ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ചുറ്റുമുള്ള ക്യാബിനറ്റ് ആണോ? ഒന്നുമല്ല, നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ പബ്ലിക് തന്നെയാണ്. കാര്യം ഇതിനകത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഞാനത് വളരെ കാര്യമായിട്ട് തന്നെ അത് റിസർച്ച് ചെയ്ത് നടത്തിയതാണ്. എന്താണ് ഞാൻ പറയാം, അതിനകത്ത് നീറ്റ് വിവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2024 ജാർഖണ്ഡിലെ ഹസാരിബാഗിലുള്ള ഒയാസിസ് പബ്ലിക് സ്കൂളിലായിരുന്നു ചോദ്യപേപ്പർ സൂക്ഷിച്ചിരുന്നത്. ആ ചോദ്യപേപ്പർ ആ പരീക്ഷ ദിവസമായ 2024 മെയ് 5 രാവിലെ ആ ചോദ്യപേപ്പർ സ്ട്രോങ് റൂമിൽ ഒരു സീല് ചെയ്ത പേപ്പർ പുറത്തെടുത്തത് ശരിക്കും അന്നാണ് ആ ഫോട്ടോ എടുത്ത് ലീക്ക് ചെയ്തത്. അതിൻ്റെ ആളൊക്കെ ഉണ്ട്, പങ്കജ് കുമാറാണ് രാവിലെ അകത്ത് കയറി, അയാളായിരുന്നു പ്രതി. പേപ്പറിൻ്റെ സീല് തുറന്നു, ഈ മൊബൈൽ എല്ലാ പേജുകളുടെയും ഫോട്ടോ എടുത്തു, വാട്സപ്പ് വഴി ഇയാളെല്ലായിടത്തും സെൻഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വിലപേശാൻ തുടങ്ങി. ഈ വിലപേശി കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ തന്നെയാണ് ഈ പേപ്പർ വിലപേശി 50 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഒക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിക്കുകയും ചെയ്തു. അതിൻ്റെ ഇടനിലക്കാരുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സോൾവർ എന്ന് പറഞ്ഞൊരു സംഘങ്ങളുണ്ടായിരുന്നു, ഉത്തരങ്ങൾ തയ്യാറാക്കി. അങ്ങനെ ലീക്ക് നടന്നത് ജാർഖണ്ഡ്, ബീഹാർ, ഗുജറാത്ത് എന്ന് പറയുന്ന സ്ഥലങ്ങളിലായിരുന്നു മെയിനായിട്ട് ലീക്ക് നടന്നത്. പക്ഷേ അന്ന് 2024 ഇത് ഇന്ത്യ മുഴുവൻ ഇത് കുഴപ്പമില്ല, ചില സ്ഥലങ്ങളിലായിരുന്നു ഈ പ്രശ്നങ്ങൾ വന്നിരുന്നത്. അതുകൊണ്ട് ഈ ഗ്രേസ് മാർക്ക് കിട്ടിയ കുറച്ച് പേരുടെ മാർക്കുകൾ റദ്ദാക്കിയിട്ട് ആ ഭാഗത്ത് മാത്രമാണ് നീറ്റിൻ്റെ റീ എക്സാം നടത്തിയത്. പക്ഷെ 2026 ഈ പ്രശ്നം വീണ്ടും വന്നു. പക്ഷെ അന്ന് അത് സോൾവ് ചെയ്തതാണെങ്കിലും വീണ്ടും വന്നു. പക്ഷെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ദേശീയ പരീക്ഷയാണ്. ഈ നീറ്റ് എന്ന് പറഞ്ഞ ഒരേ ഒരു പരീക്ഷയിൽ നമുക്കറിയാം, ഇത് ഒരു ചോദ്യപേപ്പർ പ്രിന്റ് ചെയ്യണം, ക്വസ്റ്റ്യൻ എഴുതണം, പ്രിന്റ് ചെയ്യണം, ഇത് പല പ്രോസസ്സിലൂടെയാണ്. ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ
പറയുന്നത് വളരെ ലെങ്തി പ്രൊസീജിയറാണ്. ഈ ഓരോ പ്രോസസ്സിലൂടെ ഇത് കടന്ന് വരുമ്പോൾ എവിടെയെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഞാൻ പറയുന്നത്, എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജി മെയിനും ജി അഡ്വാൻസ്ഡും IIT എക്സാം പോലെ തന്നെ ഇത് CBT ലെവലിൽ നടത്തണം. അതായത് ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉടലെടുക്കില്ല. അപ്പം കമ്പ്യൂട്ടർ CBT ലെവലിൽ എക്സാം നടത്തണമെങ്കിൽ അതിനനുസരിച്ചിട്ട് എല്ലാ സ്കൂളുകളിലും, ഈവൻ ഗ്രാമങ്ങളിലുള്ള സ്കൂളുകളിൽ പോലും കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. എന്നാലല്ലേ അവിടേക്ക് ഈ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഇപ്പം ജി മെയിൻ അതേപോലെ തന്നെ ഒരു 2 ഘട്ടങ്ങളിലായിട്ട് നടത്തി. ഇപ്പം നീറ്റിന്റെ ഒരു മെയിൻ നടത്തുക, നീറ്റിന്റെ അഡ്വാൻസ് നടത്തുക. നീറ്റിന്റെ മെയിൻ നടത്തുമ്പോൾ ഓൾറെഡി എല്ലാ കുട്ടികൾക്കും, മെഡിക്കൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ എല്ലാ കുട്ടികൾക്കും അതിനകത്ത് എഴുതാൻ പറ്റും. പക്ഷെ അതിനകത്ത് ഫിൽട്ടർ ചെയ്തെടുക്കുമ്പം അത് കഴിയുമ്പോൾ സ്ക്രീനിങ് കഴിഞ്ഞിട്ടാണ് ഈ നീറ്റിന്റെ അഡ്വാൻസ്ഡ് വരുമ്പോഴത്തേക്ക് വരുന്ന കാര്യം വളരെ ഫിൽട്ടർ ചെയ്ത വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കുട്ടികൾക്ക് മാത്രമേ അതിനകത്ത് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ, ഇത്രയധികം ബുദ്ധിമുട്ടുകൾ അതിന് വരില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ദേശീയ പരീക്ഷ ഇത് എത്ര സംസ്ഥാനങ്ങളുണ്ട്, ഇത് മുഴുവൻ ഇതിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്ന് എവിടെയെങ്കിലും ലീക്കൗട്ടായാൽ ബാക്കി എല്ലാ കുട്ടികളെയും അത് എഫക്റ്റ് ചെയ്യുകയാണ്. ഇത് പക്ഷേ അങ്ങനെയല്ല. ഇത് CBT ലെവലിൽ നടത്തിക്കഴിഞ്ഞാൽ വളരെ പഞ്ച്വലായിട്ട് ഇത് നടത്താൻ പറ്റും. പക്ഷെ അതിന് കുറച്ച് മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്. പ്രഹ്ലാദ് ജോഷി എന്ന് പറയുന്ന നമ്മുടെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയും ബാക്കിയുള്ള മന്ത്രിമാരും ഇതിൽ ചർച്ചകൾ നടത്തുന്നതും ഇത് CBT ലെവലിലേക്ക് ഈ എക്സാമിനെ കൊണ്ടുവരണം എന്നുള്ള തരത്തിലാണ്. അപ്പം ഇതിൻ്റെ പ്രധാന കാരണം മന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഒന്നുമല്ല. ഇതിൻ്റെ പ്രധാന കാരണം നമ്മളെ പോലെയുള്ള ബാക്കി ആൾക്കാരാണ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ അച്ചടിക്കുമ്പോൾ അവിടെ നിന്ന് ലീക്ക് ഔട്ട് ചെയ്യുന്നു, സ്ട്രോങ് റൂമിൽ നിന്ന് എടുത്ത് അവിടെ ഫോട്ടോ എടുത്ത് വാട്സപ്പ് വഴി സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ പ്രധാന ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്, അല്ലേ? ഇത്രയധികം പ്രാധാന്യം ഈ നീറ്റ് എക്സാമിന് ജനങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയധികം പ്രശ്നങ്ങൾ വരുന്നത്. അതല്ലെങ്കിൽ എന്തുവാണ്, ഫിൽട്ടർ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പം ഇതാണ് ഇതിനകത്ത് ഏറ്റവും കാതലായിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ അതിന് പകരം ഈ രാജ്യത്തിന് ഇത്രയധികം പുരോഗതി നടത്തി അല്ലെങ്കിൽ പുരോഗതി കൊണ്ടുവന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ ഇത്ര മോശമായിട്ട് അധിക്ഷേപിക്കുന്ന ഇങ്ങനെ പലരെ എന്താ പറയുക, അവരുടെ അറിവില്ലായ്മ എന്ന് തന്നെ നമുക്കിതിന് പറയാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.